ഓം ശാന്തി. വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ലല്ലോ. ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുന്ന അന്തരീക്ഷത്തിൽ എത്രത്തോളം സുഖമുണ്ടോ സന്തോഷമുണ്ടോ അത് തീർച്ചയായിട്ടും പുറത്തു പോകുന്ന സന്ദർഭത്തിലും നമുക്ക് ജോലി സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് ആ ധനം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭം വരുമ്പോഴും ഇതെല്ലാം വല്ലാതെ എഫക്റ്റ് ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സ് എന്താണോ അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ, ജീവിതത്തിൻ്റെ ഉള്ളിൽ സന്തോഷം സദാ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്തും തന്നെ പോസിറ്റീവാക്കാൻ സന്തോഷം നിറഞ്ഞതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ, നമ്മുടെ മനസ്സിനെ സന്തോഷമാക്കി വെക്കണം. മനസ്സിനെ സന്തോഷമാക്കി വെക്കാൻ ഒരുപക്ഷെ വീട്ടിലുള്ള പലർക്കും പല സ്വഭാവക്കാരായിരിക്കും. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരിക്കാം, ചിലർക്ക് തൊട്ടതിനും പിടിച്ചതിനൊക്കെ പിണങ്ങുന്ന സ്വഭാവക്കാരുണ്ടായിരിക്കും, ചിലർ എന്തിനും ഏതിനും കുറ്റം കാണുന്ന സ്വഭാവക്കാരായിരിക്കും. ഒരു വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ 4 സ്വഭാവക്കാരായിരിക്കും. വളരെ ചുരുക്കം മാത്രമാണ് ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കുടുംബങ്ങൾ വളരെ കുറച്ചേ ഞാൻ കാണാറുള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ ആയിരിക്കാം അധികവും വിമർശനവും ടെൻഷനും, അല്ലെങ്കിൽ എനിക്ക് അവരെ ഇഷ്ടമല്ല, എന്താ ചെയ്യുക, ഫാമിലി അല്ലേ, അഡ്ജസ്റ്റ് വേണ്ടേ, അങ്ങനെ പോകുന്നവർ ഒരുപാട് പേരാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള സംഘർഷങ്ങൾ ഞാൻ ഓർമ്മിക്കും. ഒരു വീട്ടിൽ ഞാൻ പോയ സന്ദർഭത്തിൽ അവിടെ അവരെ അച്ഛൻ എൻ്റെ അടുത്ത് കുറച്ച് അവരെ മകളെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ മരുമകളെക്കുറിച്ചൊക്കെ ഓരോരുത്തരെ കുറിച്ച് ഓരോരോ കമൻറ്റ് പറയുകയാണ്. ഈ അച്ഛൻ ഇത് പറയുന്ന സമയത്ത് അവരുടെ കുട്ടികൾ പുറകിലുണ്ട്. അവരുടെ ആരെക്കുറിച്ച് പറയുമ്പോഴും അവരുടെ ഒരു മുഖഭാവം, തല ഒരു വശത്ത് ചിരിച്ചുകൊണ്ട് നാവ് ഒരു കോപ്രായം കാണിച്ചുകൊണ്ട് അച്ഛൻ പറയുന്നത് അവർക്കുള്ള വികർഷണം ആ മൊമെൻറ്റിൽ എത്രയും നമുക്ക് കാണാൻ സാധിക്കും. ഒരാളുടെ അല്ല, പല സ്ഥലങ്ങളിലും പല ആളുകളുടെ അടുത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇങ്ങനെ പറയാൻ വയ്യ മുന്നിൽ നിന്നിട്ട്. കാരണം ആ വീട്ടിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നാഥനായിട്ട് കൊണ്ട് എല്ലാം ഇപ്പോഴും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കതിനെ പ്രതികരിക്കാൻ പേടിയുണ്ട്, അവർക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് ഇല്ലാതായെങ്കിലും എന്നതായിട്ടുള്ള ഭയം. പക്ഷെ അവരുടെ എക്സ്പ്രഷൻസ് കൊണ്ട് അവർ പിന്നിൽ നിന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതങ്ങനെയൊന്നുമല്ല, അത് ഇങ്ങനെയൊന്നുമല്ല എന്നുള്ളതൊക്കെ നമുക്ക് വണ്ടർ തോന്നിപ്പോവും. അപ്പോൾ ആ വീടിനുള്ളിൽ അന്തരീക്ഷം അങ്ങനെയാവുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളടുത്ത് ഒരാളുടെ അടുത്ത് എല്ലാവരും അങ്ങനെ മനോഭാവമുള്ളവരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ പറയുന്ന കാര്യം മറ്റൊരാൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങളുടെ വീടിനുള്ള അന്തരീക്ഷമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ ഓറ വളരെ വീക്കായിരിക്കും. നിങ്ങളുടെ മനസ്സിനുള്ളതായിട്ടുള്ള സങ്കല്പധാര പവറാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആ രീതിയിലാണ് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. ആഗ്രഹം 100% ആണെങ്കിൽ 50% വരെ പോലും അതിനെ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതനുസരിച്ച് നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന ഇൻകം വരുന്നത് കുറയാൻ തുടങ്ങും, വീട്ടിലെ സുഖം കുറയാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് വരുന്നതിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പോയി ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവട്ടെ, ഇതിൻ്റെയൊക്കെ ബേസ് വരുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ള അന്തരീക്ഷം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മളിങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ വിചാരിച്ച് നല്ല കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ ആവണമെന്ന് വിചാരിച്ച് ചെയ്യും, വീട്ടിലെത്തി കഴിയുമ്പോൾ അന്തരീക്ഷം ഉണ്ടല്ലോ സിസ്റ്റർ, ഇതൊക്കെ ഒന്നും അല്ലാണ്ട് മാറ്റിക്കളയും എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാ പരാതിയുള്ളവർക്ക് വേണ്ടിക്കൊണ്ട് ഇന്നൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരികയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ചാൽ അതിൻ്റെ സുഗന്ധം അവിടെ മുഴുവൻ പരക്കാറില്ലേ? ഒരു ചീഞ്ഞ സമാരെ സാധനമാണുള്ളതെങ്കിൽ അതിൻ്റെ ദുർഗന്ധം അവിടെ മുഴുവൻ പരക്കാറില്ലേ? അതുപോലെ അത് മണം പരക്കുന്നത് പോലെ തന്നെ സൂക്ഷ്മമായിരിക്കുന്ന ഒരു മണമാണ് നമ്മുടെ സങ്കല്പത്തിൻ്റെ മണം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം നന്നാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പല അമ്മമാരും ചോദിക്കാറുണ്ട്, എൻ്റെ മകന് വേണ്ടി ഞാൻ ചെയ്തോട്ടെ, മകൾക്ക് വേണ്ടി ഞാൻ ചെയ്തോട്ടെ, മരുമകന് വേണ്ടി ഞാൻ ചെയ്തോട്ടെ, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ചെയ്തോട്ടെ, ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തോട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്തിട്ട് എനിക്ക് അവരെ നന്നാക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇന്ന ആൾക്ക് വേണ്ടി ഞാൻ ചെയ്താൽ മതിയോ എന്നൊക്കെ നിങ്ങൾ കമൻസിൽ വായിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിക്കൊണ്ടാണ് ഇന്ന് സിസ്റ്റർ ഈ ഒരു ഉത്തരം പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കും ഒരു സാധനമാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ടെക്നിക്ക്.
അതിലൊന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, രാവിലെ കണ്ണു തുറന്ന് ആദ്യം തന്നെ ഈശ്വരനോട് നന്ദി പറയുക. ഒരിക്കൽ കൂടി ഈ ഭൂമിയിൽ കണ്ണു തുറക്കാനൊരു അവസരം തന്നതിന്, ഒരിക്കൽ കൂടി കർമ്മങ്ങളിലൂടെ പുണ്യം സംഭരിക്കാനൊരു ദിവസം തന്നതിന്, ഈ ശരീരത്തിലൂടെ ഈ ഭൂമിയെ ആസ്വദിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരവസരം തന്നതിന്, അങ്ങനെ തന്ന എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും നമുക്ക് സ്വതന്ത്രമായി ശ്വസിക്കാനൊരു അവസരം വേണ്ടി വന്നതിന്, മാസ്ക് ഒന്നും വേണ്ട, ആരുടെയും സഹായം വേണ്ട, ഇത്രയും നന്നായി ശ്വസിക്കാനുള്ളൊരു ഇന്ദ്രിയം തന്നതിന്, ശുദ്ധവായു തന്നതിന്, കുടിക്കാനുള്ള ജലം തരുന്നതിന്, എന്തൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമോ ഈ ഒരു നിരന്തരമായ സ്നേഹപ്രവാഹത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നതിന് ഹൃദയത്തിൽ നിന്ന് പറയാവുന്ന എല്ലാ ഭാഷയിലും ഭഗവാനോട് ആദ്യം നന്ദി പറയാം. എത്രത്തോളം ഫീലോടുകൂടി നിങ്ങൾ പറയുന്നുണ്ടോ അത്രയും അധികം പവർ നിങ്ങളും ഭഗവാനും തമ്മിൽ കണക്റ്റഡ് ആവുകയും ചെയ്യും. ആ എനർജി നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്പ്രെഡ് ആവുകയും ചെയ്യും. രണ്ടാമത് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ശരീരത്തിനോടാണ്. ഈ ശരീരം ഇത്ര കാലമായിക്കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഉറക്കത്തിലും ഉണരുമ്പോഴും എല്ലാ സമയത്തും ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ പെർഫെക്റ്റാക്കി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഈ പ്രകൃതി നമുക്ക് തരുന്നതായിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തിനോട് നന്ദി പറയണം, മീൻസ് പ്രകൃതിയോട് നന്ദി പറയണം. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ഈ ദേഹം ഈ ഭൂമിയിൽ കാണാനും പ്രവർത്തിക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും സേവിക്കാനും സേവനമെടുക്കാനും എല്ലാം സഹായിക്കുന്നതായിരിക്കുന്ന ഈ പഞ്ചതത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിനോട്, പ്രകൃതിയോട് നന്ദി, പഞ്ചതത്വങ്ങളോട് നന്ദി, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു നോക്ക്. നമ്മൾ നടക്കുന്ന ഈ ഭൂമി ഉണ്ടല്ലോ, അതൊന്ന് ഇത്തിരി ഒന്ന് ഇളകിയാൽ മതി, നടക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമ്മൾ കെട്ടിയുണ്ടാക്കിയതായിരിക്കുന്ന ഈ മേൽക്കൂരെല്ലാം നമുക്ക് തന്നെ ശാപമായി തീരും ഭൂമി ഒന്ന് ഉറച്ചു നിന്നില്ല എങ്കിലും. ഈ വായുവിൻ്റെ ചലനം ഒരു മിനിറ്റ് നേരത്തേക്ക് അത് നിശ്ചലമാക്കിയാൽ ശ്വാസം മുട്ടി നമ്മൾ പെടഞ്ഞു പോകും. എല്ലാം തരുന്ന പ്രകൃതിക്ക് ഹൃദയം കൊണ്ട് നന്ദി പറയൂ. മറ്റൊന്ന്, മറ്റാളുകൾ നമ്മുടെ കൂടെ ചുറ്റും നിന്നുകൊണ്ട് നമ്മളൊരു ദിവസം കഴിഞ്ഞു പോകുമ്പോൾ എത്ര പേര് എന്തെല്ലാം വിധത്തിൽ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി, നമ്മളെ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഈ ഭൂമിയിലേക്ക് തന്നിട്ട്, ഈവൻ ഞാൻ ബസ് കയറിയിട്ട് എൻ്റെ സിറ്റിയിൽ നിന്ന് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ വന്ന് കയറുന്ന സന്ദർഭത്തിൽ എത്രയോ മണിക്കൂർ നടന്നിട്ട് എത്തേണ്ടതായിരിക്കുന്ന ഒരു അധ്വാനത്തിനെയാണ് അവിടെ നിന്ന് ഒരു 10, 15, 20 രൂപ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒരു 10-15 മിനിറ്റ് കൊണ്ട് വന്ന് വീട്ടിന് മുന്നിലിറങ്ങി വരുന്ന ആ കണ്ടുപിടുത്തം നടത്തിയ ആളുകൾ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ, സാധനങ്ങൾ. രാവിലെ ഉണരുമ്പോൾ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത് സമയം നോക്കുന്നു, സമയം എത്രയായിന്ന് ഈ വെളിച്ചം കണ്ടുപിടിച്ചവർ. അങ്ങനെ ഈ ലോകത്ത് ജീവിച്ച് പോയവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരുടെ സേവനം, ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സേവനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും എല്ലാ സൗകര്യങ്ങൾക്കും ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വേണ്ടി സേവനം തന്ന എല്ലാ മനുഷ്യന്മാർക്കും നന്ദി. ഏതൊക്കെ ആളുകളുടെ കൂടെ ജീവിച്ചുകൊണ്ട് ക്ലോസ്ലി നിങ്ങൾ സർവീസ് എടുക്കുന്നു അവർക്കെല്ലാവർക്കും നന്ദി പറയണം. ഇതെല്ലാ വൈബ്രേഷനും ഭയങ്കര പവർഫുൾ ആയിക്കൊണ്ട് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് അങ്ങനെയൊക്കെ ഓർക്കാൻ തുടങ്ങിയപ്പോൾ ആ ലൈറ്റിന്, ആ ഫാനിന്, ഞാൻ ഇരിക്കുന്ന ആ കട്ടിലുണ്ടാക്കി തന്ന ആൾക്ക്, കിടക്കി ഉണ്ടാക്കി തന്ന ആൾക്ക്, ഈ ഒരു മൊമെൻറ്റിൽ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് എങ്കിൽ എത്ര ആളുകളുടെ അധ്വാനം, എത്ര ആളുകളുടെ സ്നേഹമാണ് ഞാൻ എൻ്റെ സുഖമായിട്ട് അനുഭവിക്കുന്നത്. ഈ ഹൃദയം കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആ സേവനം തന്ന എല്ലാവർക്കും നന്ദി നിറഞ്ഞൊഴുകുമ്പോൾ എനിക്കെൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ പ്രയാസം തോന്നിയിട്ടുണ്ട്. അത്രയും ആനന്ദ അനുഭവമായി പോകും. ഇത്രയും നല്ല ജീവിതം ഇങ്ങനെ ഭഗവാൻ ഇത്രയും വ്യക്തികളോട് എനിക്ക് തരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് പോകും. അതിലും അപ്പുറത്ത് നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് ഈ ശരീരം തന്നവരായിട്ടുള്ള മാതാപിതാക്കൾ, എൻ്റെ അച്ഛൻ്റെ അധ്വാനവും അമ്മയുടെ പാലും രണ്ടും എനിക്ക് മറക്കാനാവില്ല. അമ്മ എന്നെ എത്ര കാലം ഗർഭത്തിൽ കൊണ്ട് നടന്നിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്നെ യോഗ്യയാക്കിയത്. ജന്മം തരുമ്പോൾ അനുഭവിച്ച വേദന, അതിനുശേഷം എന്നെ പരിപാലിക്കും അനുഭവിച്ച ത്യാഗം, സഹനം, ഇതിനൊക്കെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ലൗകികത്തിൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും, രാധാ കുട്ടപ്പൻ എന്നാണ് അച്ഛൻ്റെ അമ്മയുടെ പേര്, ഞാൻ അവരെ ആ പേര് സഹിതം ഓർത്തുകൊണ്ട് അവരോട് ഞാൻ താങ്ക്സ് പറയാറുണ്ട്. നിങ്ങൾ എനിക്ക് തന്ന ഈ ജീവിതത്തിന്, നിങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഈ ശരീരത്തിൽ അവർ ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും നിങ്ങൾ ഏത് ജന്മത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം ഭഗവാൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളോട് നമ്മൾ താങ്ക്സ് പറയുക. പിന്നെ ഒന്ന്,
നമ്മുടെ ജോലി സ്ഥലത്തിനോട്. അവിടെ നിന്നാണ് ധനം വരുന്നത്, അതാണ് നമ്മുടെ സോഴ്സ്. ആ ധനത്തിലൂടെയാണ് ഞാൻ അനുഭവിക്കുന്ന സുഖം വരുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ സമയത്തും എല്ലാ ദിവസത്തിലും ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനത്തിൻ്റെ സഹയോഗം കിട്ടുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാനെ, ഇവർക്കെല്ലാം തന്നെ അവരുടെ ധനത്തിൻ്റെ സുഖം അനുഭവിക്കാനാവട്ടെ, ഈ പ്രപഞ്ചത്തിൽ എല്ലാവരുടെയും ധനത്തിൻ്റെ കഷ്ടപ്പാടില്ലാണ്ടാവട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കും. എങ്കിലും എനിക്ക് വേണ്ടി സ്രോതസ്സാകുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ധനത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി വരുന്നതായിരിക്കുന്ന സ്ഥലം എന്താണോ, ജോലി സ്ഥലം എന്താണോ, അവരോട് ഒരുപാട് നന്ദി പറയണം. അവിടെയുള്ള ആളുകൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പരാതി ചോദിച്ചാൽ എൻ്റെ ബോസ് അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്ത് ഇങ്ങനെയാണ്, ആ കൺവീനിയൻസ് ഇല്ല, ഈ കൺവീനിയൻസ് ഇല്ല, 100 കുറവുകളെ പറയാൻ മനുഷ്യന്മാർ തയ്യാറാവും. 100 നേട്ടങ്ങളെ കണ്ടെത്താൻ പറ്റുന്ന ദിവസം ആ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും സുഖം തരുന്നതാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്തിനോട് നന്ദി പറയണം, സമയത്തിനോട് നന്ദി പറയൂ. ഈ കാലചക്രത്തിൽ നമ്മൾ സമയം എത്രത്തോളം സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും സമയം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. എന്തൊക്കെ സാഹചര്യങ്ങൾ, എന്തൊക്കെ തടസ്സങ്ങൾ എവിടെ നിന്നൊക്കെ വന്നാലും സമയം എന്നൊരു സാധനത്തിന് സദുപയോഗം ചെയ്തവർക്ക് സമയം വരദാനമായിക്കൊണ്ട് അവരുടെ കൂടെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിനോട് ഞാൻ നന്ദി പറയാറുണ്ട്. ഈ കാലചക്രത്തിൽ, ഈ കാലഘട്ടത്തിൽ, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ, സൃഷ്ടി പരിവർത്തനത്തിൻ്റെ ഈ മുഹൂർത്തത്തിൽ ഈശ്വരൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കൊണ്ട് എന്നെ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആ കാലചക്രത്തിൻ്റെ ഭഗവാന്റെ തീരുമാനത്തിനോട് ഞാൻ നന്ദി പറയാറുണ്ട്. ഈ രീതിയിൽ നമ്മൾ ആദ്യം നമ്മളുടെ ഭഗവാന്റെ അടുത്ത്, ശരീരത്തിനോട്, പ്രകൃതിയോട്, മാതാപിതാക്കളോട്, കൂടെ നമ്മൾ ജീവിക്കുന്ന ജനങ്ങളോട്, നമുക്ക് സഹയോഗം തന്ന ലോകത്തെ ആളുകളോട്, സമയത്തിനോട്, ധനത്തിനോട്, ഇത്രയും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ജീവിതം ആരംഭിച്ചു നോക്ക്. നന്ദി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വൈബ്രേഷൻ അന്തരീക്ഷത്തിൽ മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ അടുത്ത് ബാക്കി എല്ലാവരും കിടന്നുറങ്ങിക്കോട്ടെ, അവരുടെ എല്ലാം ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് ശക്തമായ പ്രകമ്പനങ്ങളായി തീരും. അതേ രീതിയിൽ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഒരു പക്ഷേ വീട്ടിൽ നിങ്ങൾ മാത്രമായിരിക്കാം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുകയും ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾ. ഒരു സംശയവും വിചാരിക്കേണ്ട. നിങ്ങൾ ആ സമയത്ത് ആത്മാർത്ഥമായി ചെയ്യുന്നുവെങ്കിൽ ആ പ്രകമ്പനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു സുഗന്ധമുണ്ട്, സൂക്ഷ്മമായ സുഗന്ധം. അത് വീടിന് ശക്തമാക്കും, മനസ്സുകളെ ശക്തിശാലിയാക്കും. പലപ്പോഴും നിങ്ങൾ കാണാറില്ലേ, ഒരു വീട്ടിൽ ഒരാൾ ഒരു പാട്ട് മൂളിക്കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ രാഗം നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ പോലും അറിയാതെ അതേ രീതിയിലുള്ള പാട്ട്, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ തന്നെ വേറെ വരി നമ്മൾ അറിയാതെ മൂളിപ്പോകും. അതുപോലെ ഈ ഒരു വൈബ്രേഷൻ സൂക്ഷ്മമായിരിക്കുന്ന സംഗീതമായിക്കൊണ്ട്, സൂക്ഷ്മ സുഗന്ധമായിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷത്തിനെ ശക്തമാക്കിക്കൊണ്ടിരിക്കും, സന്തോഷം നിറഞ്ഞതാക്കിക്കൊണ്ടിരിക്കും, ശക്തിശാലിയാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ ദിവ്യമായിരിക്കുന്ന സങ്കല്പങ്ങളുടെ സുഗന്ധം കൊണ്ട് വീട്ടിലെ അന്തരീക്ഷത്തിനെ പവർഫുള്ളാക്കൂ. സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകാനും സന്തോഷവാനും ശക്തിശാലിയും വിജയിയുമായി കൊണ്ട് തിരിച്ചു വരാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.